Coman, Mbappe, turn, nice. Pass to Coman. Polly, it's Bernardo Silva. Cruz, Bruno Fernandes, what a goal, man. നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഗെയിം ഒന്ന് തുടങ്ങട്ടെ, ഞാൻ കാണിച്ചു തരാം. പ്രൊസീഡ് കൊടുക്കുക. ഹിയർ വി ഗോ. നമ്മൾ ഒപ്പോണൻ്റ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ജയിച്ചാൽ 1700 അടുത്ത് എത്തും. ഇത് 690 അങ്ങോട്ടാവും തോന്നും. ഇതാണ് സ്ക്വാഡ്. ഇപ്പം ഫ്രണ്ടിലത്തെ ഫുള്ള് ഫീച്ചേർഡ് കാർഡ്സ് ആണല്ലോ. ആകെയുള്ളൊരു 3 എപ്പിക് ഉണ്ട്. അത് 3 ഫ്രീ ആണ്. 3 ഫ്രീ അല്ല, 2 ഫ്രീയും ഒരു നെയ്മറിൻ്റെ ഇതുമാണ് കാർഡ്, പർച്ചേസ്ഡ് കാർഡ്. ഇത് 3 മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഫീച്ചേർഡ്, അതായത് നമ്മുടെ എന്താ പറയുക, സ്റ്റാൻഡേർഡ് കാർഡല്ലല്ലോ, ഇതിനെന്താ പറയുക, ഓപ്പോണൻ്റാണെങ്കിൽ കട്ട ഡിഫൻസൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നല്ലൊരു കിഡ്ല സ്ക്വാഡാണ്. അതിൽ മെസ്സിയൊക്കെ ഉണ്ട്, റൂമി. അതേതാ മെസ്സി കാർഡ്? അതെനിക്കറിയില്ലല്ലോ. ഇടുന്ന ടീം ഇതെല്ലാം നോക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു. എംബാപ്പെ, ഹിയർ വി ഗോ. ഫസ്റ്റ് ടച്ച്, ചൗമേനി, ബ്രൂണോ, ലെറ്റ്സ് ഗോ. നൈസ് പാസിങ്. എംബാപ്പെ, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, നല്ല ഈസി ആയിട്ട് പാസ് ഇടാൻ കഴിയുന്നത്. വാട്ട് എ ഗോൾ, മാൻ. സ്റ്റാർട്ടിങ് അറ്റാക്ക് ഒക്കെ ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ടിങ് അറ്റാക്ക്. അങ്ങനെ 1-0 അടിച്ചിട്ടുണ്ട് ഗൈസ്. എംബാപ്പെ പാസ് ടു ആരായിരുന്നു? ബെർണാഡോ സിൽവ അല്ലേ? ബ്രൂണോ, എംബാപ്പെ, പാസ് ആൻഡ് മൂവ്. നൈസ് റൺ ഫ്രം എംബാപ്പെ. പാസ് പോയില്ല. വിങ്ങിൽ ഞാൻ നല്ല സ്പീഡി പ്ലേസിനാണ് ഇട്ടിട്ടുള്ളത്. എങ്കിലും എനിക്ക് പാസിങ്ങും ഫിനിഷിങ്ങിനെക്കാട്ടിയും വേണ്ടത് സ്പീഡാണ് ഗൈസ്. നല്ല ഓടിയെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് 1 ടച്ച് പാസ് ഇടാം. സ്കില്ലില്ലെങ്കിലും പാസ് ഇടുമല്ലോ. എന്നാലും ത്രോ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം കളിക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ട്ലി മാച്ചിൽ. ഫസ്റ്റ് ഓൺലൈൻ മാച്ചാണ്, നോക്കട്ടെ എങ്ങനെയുണ്ട്. ബ്രൂണോ, സത്യം പറഞ്ഞാൽ ഫസ്റ്റ് അല്ല, ഞാൻ 2 കളി കളിച്ചു ഇത് വെച്ചിട്ട്. പക്ഷെ 2 കളിയും ഒപ്പണൻറ്റ് ക്വിറ്റ് ചെയ്ത് പോയി. ആ 3 കൂടി വെച്ചിട്ട് ഗെയിം പ്ലേ ആക്കിയാൽ മതിയായിരുന്നു ഞാൻ പിന്നെ വിചാരിച്ച്. പക്ഷെ ഞാൻ അറിയാണ്ട് ഡിലീറ്റ് ആക്കി പോയി. ഒരു കുണമില്ലാതെ 2 മിനിറ്റിൻ്റെ വീഡിയോ അങ്ങനത്തെ ഉള്ളൂ 2 ഗെയിം പ്ലേ. എൻ്റെ മോനെ, ഡിഫെൻഡിങ് ഗൈസ്. ഡിഫെൻഡിങ് ആണോ സ്ക്രിപ്റ്റിംഗ് ആണോ എന്നൊന്നും അറിയില്ല. കാരണം സ്കോഡ് മാറ്റിയതിന് ശേഷം നല്ല ലക്കുള്ള പോലെ തോന്നുന്നുണ്ട്. ഞാൻ പറയുന്നത് എനിക്ക് കുറച്ച് എൻജോയ് ചെയ്തു ഗൈസ്. പ്ലേയേഴ്സ് എപ്പിക്ക് വേണം, മറ്റേ ഓവറോൾ റേറ്റിംഗ് വേണം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഗെയിം പ്ലേ നല്ലോണം എൻജോയ് ചെയ്യാൻ നോക്കാം. എംബാപ്പെ, കോമൻ, എംബാപ്പെ, ബ്രൂണോ. ഓക്കെ, ഞാൻ നല്ല രീതിയിൽ ഡബിൾ ടച്ചും ഫേക്ക് ഷോട്ടൊക്കെ പഠിച്ചു വരുന്നുണ്ട്. എന്താവും അറിയില്ല. മാക്സിമം പഠിക്കാൻ നോക്കുന്നുണ്ട്. ഫ്രണ്ട്ലിയൊക്കെ കളിക്കുമ്പോൾ ഞാൻ മാക്സിമം ഡബിൾ ടച്ച്, ഫേക്ക് ഷോട്ട്, ബൂം, അതൊക്കെയാണ് നോക്കുന്നത്. മഗലേസ്, നൈസ്. മഗലേസ് ഡെസ്ട്രോയറാണ്. നമ്മുടെ ആർക്കും പകരമായിരുന്നു, മൾട്ടീനിക്ക് പകരമാണ് യൂസ് ചെയ്യുന്നത്. ബ്രൂണോ ഫെർണാണ്ടസ്, ഇറ്റ്സ് ബ്രൂണോ. പെനാൽറ്റി. യെസ്. അവിടെ എന്ത് റണ്ണിങ് ആടാ ബ്രൂണോ ഒക്കെ. ക്രിയേറ്റീവ് അങ്ങോട്ടാണിത്. ഹോൾ പ്ലെയർ അല്ല, എന്തായാലും ക്രിയേറ്റീവ് പ്ലേ മേക്കർ തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയൊന്നുമില്ല. നല്ല പാസിങ് എബിലിറ്റി ഉള്ളതുകൊണ്ടും പിന്നെ ഡബിൾ ടച്ച് ഒക്കെ ഉള്ളതുകൊണ്ട് എടുത്തിട്ടാണ്. ബ്രൂണോ തന്നെയാണ് അടിക്കുന്നത്. നമുക്ക് സെൻറ്ററിൽ കൊടുത്താലോ. മാർട്ടീനസ്, ഹെമി മാർട്ടീനസ്, ബട്ട് നോട്ട് ഫ്രം ബ്രൂണോ ബ്രോ. യു കാൻ ഗെറ്റ് ദ ബോൾ. ഹെമി മാർട്ടീനസ് റിയൽ ലൈഫിൽ തീമ്പൊക്കെയാണ് വേറെ കാര്യം. അതൊക്കെ പുട്ട പോലെ പിടിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ എല്ലാം പിടിച്ചിട്ടുണ്ടാവും. അതങ്ങനെയൊരു സാധനമാണ്. അങ്ങനത്തെ ഒരു ഡാൻസും. അർജൻറ്റീൻ പ്രൗഡ്. ഓക്കെ, സല, ബ്രൂണോ, റാഫേലിയോ, എംബാപ്പെ, നൈസ് പാസ്. കോമൻ ഗൈസ്, സ്പീഡ് 96 അങ്ങാണ്ടുണ്ട്. ചൗമനി, മാച്ചപ്പ്, കമോൺ. ഓക്കെ, അതൊക്കെ മൈൻഡ് സെറ്റിൻ്റെ ഒരു ഇതാണ്. ഒരാളെ ക്വിക്കായിട്ട് റിയാക്ഷൻ വരുന്നത്. സെക്കൻഡ് ഓവർ, മെസ്സി, സല, ബാക്ക് ടു മെസ്സി, നൈസ്. പക്ഷേ മാനുവൽ മാച്ചപ്പ് വർക്കിംഗ് ഗൈസ്. അലിസൺ ബക്കർ, നൈസ്. പക്ഷെ അതൊരുമാതിരി പവറില്ലാത്ത പോലെയാണ് പറഞ്ഞത്. പക്ഷെ നല്ല ഷോട്ടായിരുന്നു. ബെർണാഡോ സിൽവ. ഓക്കെ, എംബാപ്പെ സേവാ എടാ. ഓക്കെ, കോർണറാണ്. തട്ടിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലല്ലേ.
എന്തായാലും ഹാഫ് ടൈം ആവും ഗൈസ്. 48 ബെർണാർഡോ സിൽവ ക്രോസ്. മാർട്ടീനസ്. അപ്പം എന്തായാലും 50 മിനിറ്റാ. അത് ശരി, എല്ലാം കൂടി 100 മിനിറ്റായ കളി. അപ്പം എന്തായാലും 2-0 ലീഡിങ് ആണ്. ഹാഫ് ടൈം വരെ നമ്മൾ നല്ലോണം കളിച്ചു. പുള്ളിക്കാരൻ നല്ല ഷൂട്ടൊക്കെ ചെയ്തു. പക്ഷേ ലോങ് റേഞ്ചും പിന്നെ 2 അടുത്തുനിന്ന് ചെയ്തത് 2 നമ്മളെ ഡിഫൻഡറിൻ്റെ കാലിൽ കിട്ടിയത്. അത് ഫസ്റ്റ് ഒരു നല്ല അറ്റാക്കിങ് ആയിരുന്നു അത്. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. റാഫേലിയോ. ഓക്കെ, ഇറ്റ്സ് കോമൺ ഗൈസ്. റൈറ്റ് വിങ് ഫോർവേഡ് ഇവിടെയാ. കൊസ കൊടുത്ത ബ്രൂണോ. ഷോമേനി. നൈസ് പാസ്. ബെർണാഡോ അഗെയിൻ. എംബാപ്പെ. ഈ റാഫേലിയോടെ ഡബിൾ ടച്ച് ഇട്ടടാ. ഞാൻ ഇട്ടില്ലേ, അത് വരുന്ന പോലെ തോന്നിയായിരുന്നല്ലോ. കോമൻ. എംബാപ്പെ. ടേൺ. നൈസ് പാസ് ടു കോമൻ. പൊള്ളി. ഇറ്റ്സ് ബെർണാഡോ സിൽവ. ക്രൂസ്. ബ്രൂണോ ഫെർണാണ്ടസ്. വാട്ട് എ ഗോൾ മാൻ. ഗൈസ് ആ പാസിങ് ഉണ്ടായിരുന്നു അവിടെ നിന്ന്. ജൂനിയർ ഡെന്നിസ് ബെർണാഡ് ഗൈസ്. ഡെന്നിസ് ബെർണാഡിന് ഗെയിം പ്ലേ വേണ്ടിയിട്ടാണ് ഇത്. ഓക്കെ റിയലി മാൻ. 54 കഴിഞ്ഞ 2 കളിയും ക്വിറ്റ് ചെയ്തു. ഈ കളിയും ക്വിറ്റ് ചെയ്തിട്ടാ. അവസ്ഥ തന്നെ ഗൈസ്, അവസ്ഥ തന്നെ. അപ്പം എന്തായാലും 1700 അടിച്ചിട്ടുണ്ട്. ഈസി വിൻ ഫോർ അസ്. അപ്പോൾ നമ്മളെന്തായാലും ഈ സ്കോഡ് വെച്ചിട്ടാണ് കളിക്കുന്നത്. എന്ത് പൊളിയാന്ന് പറയുക. സത്യം പറഞ്ഞാൽ നല്ല ഫീലായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നമ്മൾ റാങ്ക് പുഷിങ് നല്ല തകർക്കാൻ പോവാണ് ഗൈസ്. പറ്റുന്നത്ര റാങ്ക് പുഷ് ചെയ്യും. ഇല്ലേ പോട്ടെ നോക്കും, അത്ര തന്നെ. വേറെ എന്താ പറയണ്ടേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ റോഡ് ടു 20K ആണ്. ഓൾമോസ്റ്റ് ആയിരുന്നൊന്നും പറയാൻ കഴിയില്ല. 1.9K സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് നെക്സ്റ്റ് വീഡിയോ.